ഹലോ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഈ ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കൂടുതലും ക്വസ്റ്റ്യൻ റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചെയ്തത് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. ഇപ്പോൾ ഇവിടെ sin x ബൈ 1 + cos x എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഇതിന് y എന്ന് കൊടുക്കുക. ലെറ്റ് y ഈസ് ഈക്വൽ ടു ഇനിയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx എന്ന് കിട്ടും. ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. u/v എന്നുള്ള ഫോമിലാണ്. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ട ഡിനോമിനേറ്റർ. ഇവിടെ ഡിനോമിനേറ്റർ 1 + cos x അത് എഴുതണം. ഇൻറ്റു ന്യൂമറേറ്ററിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ന്യൂമറേറ്റർ sin x ആണ്. sin x-ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ d/dx ഓഫ് sin x എന്ന് എഴുതണം. മൈനസ്, അടുത്തത് മൈനസ് ആണ്. മൈനസ് യു എന്ന് പറയുന്നത് ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ എഴുതണം. ന്യൂമറേറ്റർ sin x ഇൻറ്റു വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ d/dx ഓഫ് 1 + cos x ഡിവൈഡഡ് ബൈ വി സ്ക്വയർഡ്. വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഇവിടെ 1 + cos x 1 + cos x-ന്റെ സ്ക്വയർ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയേക്കുന്നത് കോഷ്യന്റ് റൂളാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ റൂൾ എഴുതിയിരിക്കുക. ഇനിയാണ് ഡിഫറൻഷ്യേഷൻ. sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് sin x ഈസ് cos x. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി മൈനസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + cos x. 1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ്. cos x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് sin x. ഇവിടെ മൈനസ് sin x എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 + cos x ദി ഹോൾ സ്ക്വയർ. ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല. സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ എന്താ, cos x ഇൻറ്റു cos x cos squared x എന്ന് വരും. മൈനസ് മൈനസ് പ്ലസ് sin squared x എന്ന് വരും. അപ്പോൾ cos squared x + sin squared x 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇവിടെ cos x ഉണ്ട്. cos x + 1 + cos x എന്ന് വരും. ഒരു 1 + cos x വെട്ടിപ്പോവും. അത് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. അത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലമാണ് y = 1 - x² / 1 + x². ഇവിടെ y എന്നങ്ങ് തന്നിരിക്കുക നേരത്തെ, അതുകൊണ്ട് പിന്നെ y എന്ന് എഴുതണ്ട. y = 1 - x² / 1 + x². അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സിമ്പിൾ dy/dx ആണ്. ഇത് u/v ഫോമാണ്. കോഷ്യന്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എഴുതേണ്ട ഡിനോമിനേറ്റർ 1 + x². എന്നിട്ട് ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ന്യൂമറേറ്റർ 1 - x² ആണ്. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ട് എന്താ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ്. ഇനി നമ്മൾ എഴുതേണ്ടത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ 1 - x². പിന്നെ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ 1 + x² ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് കോഷ്യന്റ് റൂളാണ് എഴുതിയേക്കുന്നത്. ഇനി ഡിഫറൻസിയേഷൻ ആണ്. 1 - x²-നെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1 കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. x²-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഉണ്ട്. ആദ്യം എഴുതിയത് നമ്മൾ x²-ന്റെ റിസൾട്ട് ആദ്യം എഴുതിയത്. മൈനസ് 2x എന്ന് വരും. എന്തുകൊണ്ട് അങ്ങനെ വന്നത്, 1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിപ്പോൾ. മൈനസ് x²-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x മൈനസ് 1 - x² ഇൻറ്റു 1 + x²-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, x²-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഡിവൈഡഡ് ബൈ
1 plus x squared the whole square. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്കത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫിക്കേഷനൊക്കെ പോസിബിൾ ആണ്. അത്രത്തോളം ഒന്നും പോകണ്ട. ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. അടുത്ത പ്രോബ്ലം y is equal to log x by x. അപ്പോൾ ഇതും കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. u by v എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx is equal to ആദ്യം ഡിനോമിനേറ്റർ എഴുതണം x into derivative of the numerator. പിന്നെ മൈനസ്. അടുത്തത് ന്യൂമറേറ്റർ എഴുതണം log x into derivative of the denominator divided by denominator ന്റെ സ്ക്വയർ x ന്റെ സ്ക്വയർ x squared is equal to x into log x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by x എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. മൈനസ് log x into x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ x squared. എക്സും എക്സും വെട്ടിപ്പോവും 1 എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് log x by x squared is the answer. ഇതാണ് dy by dx. ഓക്കെ, ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ 3 മാർക്കോ 4 മാർക്കോ ഒക്കെ കിട്ടും പരീക്ഷയ്ക്ക്. അടുത്ത പ്രോബ്ലം y is equal to sin x by root x. അപ്പം x അല്ല റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇത് എക്സ് റൈസ് ടു എൻ ആണ്. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1/2 ആണ്. 1/2 എക്സ് റൈസ് ടു എൻ മൈനസ് 1 1/2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 മൈനസ് 1 ഈസ് മൈനസ് 1/2. ഈ എക്സ് റൈസ് ടു മൈനസ് 1/2 താഴെ കൊണ്ടുവരാം. 1/2 ഇൻറ്റു 1/x റൈസ് ടു 1/2 is equal to ഇത് റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ്. ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നിടത്തൊക്കെ 1/2 റൂട്ട് എക്സ് എന്നങ്ങ് എഴുതാം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത്രയും ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 റൂട്ട് എക്സ് എന്ന് വരും. ഇനി നമുക്ക് ഡിഫറൻഷിയേഷനിലോട്ട് പോകാം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. dy by dx is equal to ആദ്യം ഡിനോമിനേറ്റർ എഴുതണം റൂട്ട് എക്സ് ഇൻറ്റു ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ എഴുതണം, ന്യൂമറേറ്റർ സൈൻ എക്സ്. പിന്നെ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ is equal to root x into sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos x എന്ന് കിട്ടും മൈനസ് sin x into root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇതാണ് sin x by root x ന്റെ ഡെറിവേറ്റീവ്. അടുത്തത് x സ്ക്വയർഡ് cot x by log x. ഇത് 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിനാണ് ഈ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ന്യൂമറേറ്റർ നോക്കുക നിങ്ങൾ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ഇൻറ്റു കോട്ടെക്സ് ആണ്. എക്സ് സ്ക്വയർഡ് ഒരു ഫംഗ്ഷനാണ്, കോട്ടെക്സ് മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പം പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ന്യൂമറേറ്ററിൽ പ്രോഡക്റ്റ് വന്നിട്ടില്ല, ഒരു സിംഗിൾ ഫംഗ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ 2 സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx is equal to ആദ്യം ഡിനോമിനേറ്റർ എഴുതണം, ഡിനോമിനേറ്റർ log x. പിന്നെ ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർഡ് കോട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർഡ് കോട്ട് എക്സ്. ന്യൂമറേറ്റർ അത് കണക്ക് എഴുതണം. എന്നിട്ട്
ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ ലോഗ് എക്സ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ലോഗ് എക്സിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർഡ് ഇൻറ്റു കോട്ടെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, അതായത് കോട്ടെക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ്, കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർഡ് എക്സ്. ഓക്കെ, പ്ലസ് പ്രോഡക്റ്റ് റൂളിൽ പ്ലസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് കോട്ടെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ആണ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും, ഇൻറ്റു 2x. അപ്പോൾ ആ എക്സ് സ്ക്വയർഡ് കോട്ടെക്സിൻ്റെ ഡിഫറൻഷിയേഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർഡ് കോട്ടെക്സ് ഇൻറ്റു ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ഡിവൈഡഡ് ബൈ log x the whole squared. ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ കോഷ്യൻ റൂളും വന്നു, അതിൻ്റെ കൂട്ടത്തിൽ പ്രോഡക്റ്റ് റൂളും വന്നു. ഈ രണ്ട് റൂളും വരുന്ന പ്രോബ്ലമാണിത്. ഈ പ്രോബ്ലം എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് യു, ഇത് വി, ഇത് ഡബ്ല്യു. യു വി ഡബ്ല്യു എന്ന് വായിക്കാം. യു വി ആണെങ്കിൽ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. യു വി ഡബ്ല്യു ആകും പ്രോഡക്റ്റ് ഓഫ് 3 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള മെത്തേഡ് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ എളുപ്പമാണ്. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ബാക്കി 2 ഫംഗ്ഷൻസും അതേപോലെ ഇടുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. പിന്നെ ഒരു പ്ലസ് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടതാണ്, ഈ 3 വരുമ്പോൾ ആദ്യം ഫസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, സെക്കൻഡും തേർഡും അതേപോലെ എഴുതി, എന്നിട്ട് പ്ലസ് കൊടുത്തു. അടുത്ത ചെയ്യേണ്ടത് ഫസ്റ്റിന് ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ് സെക്കൻഡിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റിന് വ്യത്യാസമില്ല, ഫസ്റ്റ് എക്സ്, സെക്കൻഡ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇ റൈസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു മൂന്നാമത്തതിനും വ്യത്യാസമില്ല, അത് തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു തേർഡ് ഫംഗ്ഷൻ പ്ലസ്, വീണ്ടും പ്ലസ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഫസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, സെക്കൻഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇനി തേർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. തേർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റും സെക്കൻഡും അതേപോലെ എഴുതണം. ഫസ്റ്റ് എഴുതണം, സെക്കൻഡ് എഴുതണം, ഫസ്റ്റ് എഴുതി, സെക്കൻഡ് എഴുതി, എന്നിട്ട് തേർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. തേർഡ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/√1 മൈനസ് എക്സ് സ്ക്വയർഡ്. ഇതാണ് ഈ 3 ഫംഗ്ഷൻസ് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, മൂന്നാമത് തേർഡ് ഫംഗ്ഷന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു പ്രോബ്ലമാണ് y ഈസ് ഈക്വൽ ടു 1/x. 1/xന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമുക്ക് എടുക്കാം, കാരണം പല പ്രോബ്ലത്തിലും 1/x വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങ് എഴുതാം നമുക്ക്. ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, dy ബൈ ഡി എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1/xന് നമുക്ക് എക്സ് റൈസ് ടു -1 എന്ന് എഴുതാം. അതിനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ എക്സ് റൈസ് ടു -1 എന്ന് വരും. ഇതിപ്പോൾ എക്സ് റൈസ് ടു n എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ -1, n എന്ന് പറയുന്നത് -1 ഇൻറ്റു എക്സ് റൈസ് ടു n -1, n ഇവിടെ -1, -1 -1 ഇൻറ്റു എക്സ് റൈസ് ടു -2. എക്സ് റൈസ് ടു -2 താഴെ കൊണ്ടുവന്നാൽ -1/x സ്ക്വയർഡ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറയുന്നത് -1/x സ്ക്വയർഡ് ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ 1/x വരുമ്പോൾ -1/x സ്ക്വയർഡ് എന്ന് ആൻസർ എഴുതണം. അടുത്ത പ്രോബ്ലം √x - 1 ഇൻറ്റു എക്സ് പ്ലസ് √x. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനാദ്യം y എന്ന് കൊടുക്കണം. y ഈസ് ഈക്വൽ ടു, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് dy ബൈ ഡി എക്സ്. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്.
first function into derivative of the second, then plus second function x plus root x into derivative of the first. Okay, first function into derivative of the second function plus second function into derivative of the first function. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ് 1/2 റൂട്ട് എക്സ് പ്ലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് മൈനസ് 0. 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കേണ്ടി വരും. അടുത്ത പ്രോബ്ലം എക്സ് സ്ക്വയർഡ് ഇൻറ്റു 3 - 2x ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് 4x. ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ, തേർഡ് ഫംഗ്ഷൻ UVW. പ്രോഡക്റ്റ് ഓഫ് 3 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dx ഇസ് ഈക്വൽ ടു, ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ് ആണ്. എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന് അതേ കണക്ക് എഴുതണം, തേർഡ് ഫംഗ്ഷനും അതേപോലെ എഴുതണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതണം, സെക്കൻഡ് ഫംഗ്ഷൻ 3 - 2x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 3യെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്, -2. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. അപ്പോൾ -2 × 1. പിന്നെ തേർഡ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതണം, എക്സ് സ്ക്വയർഡ് പ്ലസ് 4x. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, സെക്കൻഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, തേർഡ് ഫംഗ്ഷൻ എഴുതി, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതണം, സെക്കൻഡ് ഫംഗ്ഷൻ എഴുതണം, തേർഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ് പ്ലസ് 4x അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x പ്ലസ് 4 ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4 ഇൻറ്റു 1 എന്ന് വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ഫസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡും തേർഡും അതേപോലെ എഴുതി, പ്ലസ് ഫസ്റ്റ് എഴുതി, സെക്കൻഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, തേർഡ് അതേപോലെ എഴുതി, ഇവിടെ പ്ലസ്, ഇവിടെ ഫസ്റ്റ് എഴുതി, സെക്കൻഡ് എഴുതി, തേർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തത്. ഇതാണ് പ്രോഡക്റ്റ് ഓഫ് 3 ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻഷിയേഷൻ. അടുത്ത പ്രോബ്ലം 3 sec x - 4 tan x പ്ലസ് 7 sin x. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉള്ളതാണ്. സീക്ക് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, ടാൻ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, സൈൻ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ടിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. y എന്ന് കൊടുക്കാം. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു സീക്കൻഡ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്കൻഡ് എക്സ് ഇൻറ്റു ടാൻ എക്സ് മൈനസ് 4 ഇൻറ്റു, അടുത്ത ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർഡ് എക്സ് പ്ലസ് 7 ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീക്കൻഡ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്കൻഡ് എക്സ് ടാൻ എക്സ് മൈനസ് 4 ഇൻറ്റു ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് സ്ക്വയർഡ് എക്സ് പ്ലസ് 7 ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കോസ് എക്സ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം 3 √x പ്ലസ് 5/√x മൈനസ് 5/x. ഇതിനെ y എന്ന് കൊടുക്കാം. y ഈസ് ഈക്വൽ ടു, ഈ 1/√x നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം ആദ്യം. ഇതിന് നമുക്ക് 3 √x പ്ലസ് 5/x⁻² എന്ന് എഴുതാം മൈനസ് 5/x. വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ 3 √x പ്ലസ് 5 ഇൻറ്റു ഇതിനെ മേളിൽ കൊണ്ടുപോകണം. അപ്പോൾ x⁻⁻1/2 എന്ന് എഴുതാം മൈനസ് 5/x. ഇതാണ് y. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dy/dx 3 ഇൻറ്റു √x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് 1/2 √x പ്ലസ് 5 ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഇത് x⁻n എന്നുള്ള രൂപത്തിൽ കിടക്കുക. x⁻n എന്ന് പറഞ്ഞാൽ മൈനസ് n അല്ല സോറി n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഇവിടെ -1/2 ആണ്. n ഇൻറ്റു x⁻n - 1 -1/2 -1. അപ്പോൾ √x ഡെറിവേറ്റീവ് 1/2 √x, x⁻⁻1ൻ്റെ ഡെറിവേറ്റീവ്
n into x raised to n minus 1, അതായത് minus 1 by 2 into x raised to minus 1 by 2 minus 1 minus 5 into 1 by x എന്ന് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. 1 by x നേരത്തെ ചെയ്ത minus 1 by x squared. 1 by x ന്റെ ഡെറിവേറ്റീവ് minus 1 by x squared. ഇത്രയും ചെയ്താൽ മതി. അടുത്ത പ്രോബ്ലം ആണ് 3x squared plus 4 by x minus cot x. അപ്പോൾ ഇതിന് നമുക്ക് y എന്ന് എഴുതാം. dy by dx is equal to x squared ഡെറിവേറ്റീവ് 2x. അപ്പോൾ 3 into 2x plus 4 into 1 by x ന്റെ ഡെറിവേറ്റീവ് minus 1 by x squared minus cot x ന്റെ ഡെറിവേറ്റീവ് minus cosec squared x. അപ്പോൾ നമുക്ക് x squared ഡെറിവേറ്റീവ് അറിയണം, 1 by x ന്റെ ഡെറിവേറ്റീവ് അറിയണം, cot x ന്റെ ഡെറിവേറ്റീവ് അറിയണം. ഈ മൂന്ന് ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അടുത്ത പ്രോബ്ലം x raised to 3 by 2 minus 4 root x plus 7x cube. അപ്പോൾ അതിനാദ്യം y എന്ന് കൊടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dy by dx. ഇത് n ആണ്. x raised to n എന്ന് പറയുന്നത് n into n എന്ന് പറഞ്ഞാൽ 3 by 2 into x raised to n minus 1. n 3 by 2, അപ്പോൾ 3 by 2 minus 1 minus 4 into root x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by 2 root x plus 7 into x cube നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x squared. x cube അപ്പോൾ n into x raised to n minus 1, അതാണ് 3x squared എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് n, അപ്പോൾ n into x raised to n minus 1, അപ്പോൾ 3x squared എന്ന് വരും. അടുത്ത പ്രോബ്ലം y is equal to 1 plus x squared into tan inverse x. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ 1 plus x squared, സെക്കൻഡ് ഫംഗ്ഷൻ tan inverse x. അപ്പോൾ dy by dx കാണാം is equal to ഫസ്റ്റ് ഫംഗ്ഷൻ 1 plus x squared into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. tan inverse x ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by 1 plus x squared into ഇതിന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x squared. Okay, plus first function into derivative of the second function plus second function tan inverse x into derivative of the first function. First function 1 plus x squared ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 നെ കോൺസ്റ്റന്റ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും, പ്ലസ് x squared നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x. ഇത്ര എഴുതിയാൽ മതി. 1 plus x squared 1 plus x squared ക്യാൻസൽ ആയി പോകും, 1 എന്ന് വരും, പ്ലസ് 2x tan inverse x. ഇതാണ് ആൻസർ. പ്രോഡക്റ്റ് റൂൾ അറിയണം, tan inverse x ന്റെ ഡെറിവേറ്റീവ് അറിയണം, 1 plus x squared ന്റെ ഡെറിവേറ്റീവ് അറിയണം. അടുത്ത പ്രോബ്ലം y is equal to cos x by x plus sin x. ഇതിപ്പം കോഷ്യന്റ് റൂൾ ആണ്, u by v ഫോം. കോഷ്യന്റ് റൂൾ അപ്ലൈ ആണ്. dy by dx is equal to, ആദ്യം എഴുതേണ്ടത് ഡിനോമിനേറ്റർ x plus sin x, അത് എഴുതണം. ആദ്യം ഡിനോമിനേറ്റർ എഴുതി x plus sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. ന്യൂമറേറ്ററുടെ cos x ആണ്. cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് sin x. അപ്പോൾ ഇവിടെ മൈനസ് sin x മൈനസ്, ഇനി ന്യൂമറേറ്റർ എഴുതണം, ന്യൂമറേറ്റർ cos x ഇൻറ്റു ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ x plus sin x ആണ്. അപ്പം x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, 1 എന്ന് കിട്ടും, പ്ലസ് sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, cos x എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ x plus sin x ദി ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഡിനോമിനേറ്റർ എഴുതി, എന്നിട്ട് ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ന്യൂമറേറ്റർ cos x ആണ്, cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin x, പിന്നെ ഒരു മൈനസ് സിമ്പൽ കൊടുത്തു, എന്നിട്ട് ന്യൂമറേറ്റർ എഴുതി, ന്യൂമറേറ്റർ cos x എഴുതി, ഇൻറ്റു ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ x plus sin x ആണ്, x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും, പ്ലസ് sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. അടുത്തതും കോഷ്യന്റ് റൂളാണ് വരുന്നത്. കോഷ്യന്റ് റൂളിൻ്റെ ഡിഫറൻഷിയേഷനാണ്. dy by dx is equal to ഡിനോമിനേറ്റർ 1 plus x squared
ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/1 + x². പിന്നെ ഒരു മൈനസ് സിമ്പിൾ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ന്യൂമറേറ്റർ എഴുതണം. ന്യൂമറേറ്റർ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് 1 + x² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, ഇവിടെ പ്ലസ് ആണ്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അത് 1 + x²². ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് ആണ് പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് സിമ്പിൾ പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുക. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം മെമ്മറൈസ് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് മൊത്തം മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റ് റൂൾ അറിയണം, കോഷ്യൻ്റ് റൂൾ അറിയണം. ഇത്രയേ ഉള്ളൂ. ഇതോടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്.